കോപ്പ അമേരിക്കയിൽ നോക്കൌട്ട് പ്രതീക്ഷയുമായി ഉറുഗ്വായ് നാളെ ഇറങ്ങും. ബൊളീവിയയാണ് എതിരാളികൾ. രാവിലെ 6:30-ക്കാണ് മത്സരം. പുലർച്ചെ 3:30-ക്ക് തുടങ്ങുന്ന മത്സരത്തിൽ USA പനാമയെ നേരിടും. ഗ്രൂപ്പ് സിയിൽ ക്വാർട്ടർ ലക്ഷ്യമിട്ടാണ് ഉറുഗ്വേ ബൊളീവിയയ്ക്കെതിരെ ഇറങ്ങുക. ആദ്യ മത്സരത്തിൽ പനാമയ്ക്കെതിരെ നേടിയ തകർപ്പൻ ജയത്തിന്റെ ആത്മവിശ്വാസമാണ് കരുത്ത്. ഒരു കാലത്ത് പ്രതിരോധത്തിന് പേരുകേട്ട ഉറുഗ്വേ നിരയെ ഈ ടൂർണമെന്റിലെ ഏറ്റവും ആക്രമണ ഫുട്ബോൾ കളിക്കുന്ന സംഘമാക്കി മാറ്റിയിരിക്കുകയാണ് മാർസലോ ബിയൽസ. പനാമയ്ക്കെതിരെ ആദ്യ 20 മിനിറ്റിൽ മാത്രം 11 ഷോട്ടുകളാണ് ഗോളിനായി ഉറുഗ്വേ താരങ്ങൾ ഉതിർത്തത്. 15 തവണ കിരീടം നേടിയ പെരുമയുണ്ട് ഉറുഗ്വേക്ക്. 1963-ൽ നേടിയ ലോകകപ്പ് കിരീടം മാത്രമാണ് ബൊളീവിയൻ ഷെൽഫിലുള്ളത്. എന്നാൽ സൂപ്പർ താരം ഡീഗോ ഫോർലാന്റെ കരുത്തിൽ 2011-ൽ കിരീടം നേടിയതിനു ശേഷം അന്താരാഷ്ട്ര ഫുട്ബോളിൽ കാര്യമായ നേട്ടങ്ങളില്ല ഉറുഗ്വേക്ക്. ബൊളീവിയക്കെതിരെ ജയിച്ചാൽ നോക്കൌട്ടിൽ സ്ഥാനമുറപ്പ്. കഴിഞ്ഞ മത്സരത്തിൽ സൂപ്പർ താരം ലൂയിസ് സുവാരസിന് അവസരം ലഭിച്ചിരുന്നില്ല. ഡാർവിൻ നൂനിയസ്, റൊണാൾഡോ അറൗഹോ, ഫക്കുണ്ടോ, പെല്ലിസ്ട്ര എന്നിങ്ങനെ മിന്നും താരങ്ങൾ ഉറുഗ്വേ നിരയിൽ വേറെയുമുണ്ട്. നൂനിയസിനെ മുന്നേറ്റ നിരയിൽ നിർത്തി 4-2-3 എന്ന ശൈലിയിൽ തന്നെയാകും ബൊളീവിയക്കെതിരെ ഉറുഗ്വേ ഇറങ്ങുക. ആദ്യ മത്സരത്തിൽ അമേരിക്കയോട് തോറ്റ ബൊളീവിയയ്ക്ക് ഗ്രൂപ്പ് കടക്കാൻ ഇന്ന് ജയം അനിവാര്യമാണ്. ഇത് 5ാം തവണയാണ് USA കോപ്പയിൽ അംഗത്തിനിറങ്ങുന്നത്. പനാമയെ മറികടന്നാൽ ക്വാർട്ടർ ഉറപ്പിക്കാം ആതിഥേയർക്ക്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.